ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയാണ്, ബീൻസ് തോരൻ. ബീൻസിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പേരിയല്ലേ അഥവാ തോരൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ബീൻസ് ഒരു 300 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു കൊളുന്ത് കറിവേപ്പില. ഇത്രയും സാധനം റെഡിയാക്കി വയ്ക്കുക. ഒരു പാൻ ചൂടാക്കുക. ആ പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കടുക് അതിലേക്കിടും. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു 3 വറ്റൽമുളക് ചീന്തിയിട്ടിടും, മുറിച്ചിട്ടിടും. പിന്നെ കുറച്ച് കറിവേപ്പില ഇടും. പിന്നെ പച്ചമുളക് ഇടും. പിന്നെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സവാള അതിലേക്ക് ചേർക്കും. ഇത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് സവാള നല്ല സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ ഒന്ന് സോട്ട് ചെയ്യും. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബീൻസ് മുറിച്ച് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്യും. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അത് സോട്ട് ചെയ്യുക. നമ്മൾ പൊടികൾ ചേർക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് വീണ്ടും 5 മിനിറ്റ് സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം അതിലേക്കിടുക. എന്നിട്ട് എല്ലാം കൂട്ടി വയ്ക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ബീൻസ് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ടാവും. ഇത് വീണ്ടും സോട്ട് ചെയ്യുക ഒരു 5 മിനിറ്റ്. എന്നിട്ട് നമ്മുടെ ചിരകിയ തേങ്ങ അതിലേക്കിടുക. ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് മതി. ഒരു പിടി തേങ്ങ മതി, ധാരാളമാണ്. അധികം തേങ്ങ വേണമെന്നൊന്നുമില്ല. തേങ്ങ കൂടിയാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അധികം ഇട്ടു. അപ്പോൾ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും സോട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ റെഡിയായി. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.